കൊച്ചിന് തീരെ വയ്യട, വിളിച്ചിട്ടാണ് ആരും കിട്ടുന്നില്ല. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളമാരെ വേണ്ടത്. നല്ല ജോലിയും കിട്ടിയാൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. റിസ്ക് എടുക്കാണ്ട് ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുക, നമ്മളൊരു ശ്രമം നടത്തുക. മാതാവേ കാത്തോണേ. അയ്യോ അത് മറന്നല്ലോ. ഇന്നേക്കുള്ള ഉണ്ടോ? എന്താണ് ഞാൻ പോണേന് മുന്നേ ഒരു നാത്തോൻ പോലുള്ള വകയുണ്ടല്ലോ മോനെ. ഒന്നും പറയാൻ പറ്റൂല മോളെ. നീ എന്ത് വിട്ടിത്തരോടെ ഈ പറയുന്നേ? നിനക്ക് ഇത്ര വിവരം വിദ്യാഭ്യാസം ഉള്ളവനല്ലേ? ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളുടെ കല്യാണം കൂടി മുടങ്ങിയാ പിന്നെ എന്റെ കുടുംബം ഉണ്ടോടാ? ഞാൻ ഒരു സഖവാടാ. വീട്ടിൽ അനീഷേ, അതിന് അമ്മ എന്തിനാ അമ്മ കരയുന്നേ? എനിക്കെന്താ പേടിയാണ്. എന്റെ കൊച്ചനെന്തെങ്കിലും പറ്റിക്കാണോ? അങ്ങനെ സംഭവിക്കില്ല. ഞാനില്ല എന്റെ കൂടെ. ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു ഡ്രീം കം ട്രൂ മൂമെന്റ് ആണ് എൻ വഴി തനി വഴി എന്ന മൂവിയുടെ അണിയറ പ്രവർത്തകപ്പൊണ് ഞാൻ ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അവർക്കുണ്ടായ എക്സ്പീരിയൻസസും അവരെങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിയത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മൂവി എൻ വഴി തനി വഴി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന് കുറച്ച് മുമ്പുള്ള ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ബേസിനോടൊപ്പമാണ്. ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഇതുവരെ മലയാള സിനിമ ട്രൈ ചെയ്യാത്ത ഒരുപാട് പുതിയ വഴികൾ തേടിയുള്ള ഒരു യാത്രയാണ് സിനിമ. 2 വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സിനിമ. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മുന്നിൽ വരും. കുറെ സസ്പെൻസർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം പിന്നീട് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. ഇതില് സ്ക്രിപ്റ്റ് റൈറ്റർ അതുപോലെ തന്നെ ജോബൻ ജേക്കബ്, അഭിലാഷ് നടിക്കും, വിജിലാൽ, ബാബു, ഷാൻബാബു, അതുപോലെ തന്നെ ബീന, ഇത് സിബുനികൾ, ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, അതുപോലെ തന്നെ ടീച്ചർ സാർ, ഇതിന്റെ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ആയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഇവിടെ എല്ലാവരുടെയും ഒരു എഫോർട്ട് മൂവിയുടെ എക്സ്പീരിയൻസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിനിമ എന്ന് പറഞ്ഞാല് എല്ലാ സിനിമകളും ഒരുപോലെയാണ്. പക്ഷെ ഇതൊരു എക്സെപ്ഷണൽ വർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇതൊരു 1% ബഡ്ജറ്റ് പ്ലസ് 99% ടാലന്റ് അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ മേഖലകളിലും ഓരോരുത്തരും അവരുടെ എഫോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും മേജർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരാള് ഒരു സിനിമയുടെ പോലും മേജർ ആക്ടേഴ്സ് അല്ല. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരാളും ഒരു സിനിമയുടെ ഭാഗമായിട്ടും മേജർ വർക്ക് ചെയ്ത ആളുകളല്ല. കംപ്ലീറ്റ് ആളുകളും ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ഇൻട്രൊഡ്യൂസിംഗ് ആണ് ഈവൻ ഞാനടക്കം ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ക്വാളിറ്റി മെയിൻ സ്ട്രീം മൂവീസിന്റെ സെയിം ക്വാളിറ്റി മൂവിയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്വാളിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്ത് മൂവി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ 1.5 ലക്ഷം രൂപയാണ്. അതായത് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഈ സിനിമ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിച്ചത്. മ്യൂസിക് ഒഴികെ ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ പുറത്തുനിന്ന് ഒരു ക്യാമറ റെന്റോ അല്ലെങ്കിൽ മറ്റൊരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാ എക്യുപ്മെന്റ്സും സ്വന്തമായിട്ട് മേടിച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. തീർച്ചയായും മലയാളത്തില് മെയിൻ സ്ട്രീം വരുന്ന മൂവീസിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ സെയിം ക്വാളിറ്റിയിലാണ് നമ്മൾ തിയേറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അസീബ്. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് പറയാൻ.
കാരണം നിങ്ങൾ ഈ ഒരു ടൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഈ ചെയ്തിടത്തോളം ഈ ഉള്ള ഒരു വർക്ക് വളരെ ടെൻഷൻ ഫ്രീ എന്നോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത്. കാരണം സാധാരണ സെറ്റിൽ കാണുന്ന പോലെ പറഞ്ഞ സാർ പറഞ്ഞ പോലെ കോടികളുടെ കണക്കുകൾ നിർത്തി അവതരിപ്പിക്കുന്ന മെയിൻ സ്ട്രീം തട്ടകയിലേക്ക് ഞങ്ങൾ ഈ ഒരു 1.5 ലക്ഷത്തിന്റെ ഒരു സിനിമ കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ ഒരു കാർക്കശക്കാരനായിട്ടുള്ള ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ഡയറക്ടറുടെ ഭാവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അതേപോലെ ഈ ഒട്ടുമിക്ക കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും ഒക്കെ ഷൂട്ട് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നമുക്ക് എല്ലാവരും തന്നെ നമുക്ക് ഇന്ന സമയത്ത് എത്തണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എത്തിയിരിക്കും. അതിൽ പ്രത്യേകം ഒരു പണിഷ്മെന്റ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് പിന്നെയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് തലേ ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന തലേ ദിവസം നമുക്ക് ഓരോ സ്ക്രിപ്റ്റുകൾ അതായത് സീനിൽ അഭിനയിക്കേണ്ട ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർക്ക് വാട്സപ്പ് ചെയ്തിട്ട് അത് ഡയലോഗ് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേന്ന് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഒരു ഫാമിലി മൂഡിലാണ് നമ്മൾ ആ ഒരു വൈബിലാണ് നമ്മൾ ഉടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് എ അസോസിയേറ്റ് ഡയറക്ടർ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു അനുഭവ സമ്പത്തോ പരിചയമൊന്നുമില്ല. ഈ മ്യൂസിക് എന്ന മേഖലയിൽ പോലും ഞാൻ കൈവയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. വേറെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ടിവിക്ക് വേണ്ടിയിട്ട് ചെറിയ 5-8 സോങ് ടിവിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു എന്നെപ്പോലത്തെ ഒരു കുടുംബം ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എനിക്കൊരു സ്വപ്നം തന്നെയാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമാണെങ്കിൽ ഇനി ഡയറക്ടർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ എൺപടി ഇന്റർവ്യൂവിൽ കൂടി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവസരം കിട്ടിയതിന് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. അതിന്റെ പരിമിതികൾ ഇന്റർവ്യൂവിലും ഉണ്ടാവും, സിനിമയിലും ഉണ്ടാവും. തീർച്ചയായും എല്ലാവരും പുതിയ ആൾക്കാരാണ്. മാക്സിമം എഫേർട്ട് എടുത്ത് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഒരു അത്രയും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. സിനിമാ പ്രാന്തം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെയാണ് പിന്നെ ചർച്ചകൾ പിന്നെ വന്നുകൊണ്ടിരുന്നത്. ഏത് സ്റ്റോറി വേണം എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തിയത്. ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു പ്രചോദനമാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമയുടെ ജയസൂര്യയുടെ കാലമില്ലേ, അമ്മ മുരളിയേറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്ന പോലെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അവഗണനയും ഒരു പുച്ഛ മനോഭാവവും ഇത് ഒരു തുടക്കം. ഞങ്ങൾ കണ്ടുകൊണ്ട് ഒരു ജനത ഒരു സിനിമാ മോഹികളായിട്ടുള്ള ഒരു ജനറേഷൻ പുറകെ വരണം, ഞങ്ങൾക്കും സിനിമ പിടിക്കാം, അവർക്കുള്ള ഒരു തുടക്കമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ബഡ്ജറ്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത സമയത്ത് പലരും ചോദിച്ചിട്ടുള്ള നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്, ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്റെ സിനിമ മലയാളത്തിലേക്ക് കൊടുക്കുന്നു എനിക്കൊരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷം 40 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ക്യാമറയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഷ്വൽസ് നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ടീസർ പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജാമടക്കമുള്ള ആളുകൾ സമീപിച്ചപ്പോൾ അതെ അവര് നമ്മൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റിലാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് അവർക്കും ഉണ്ടാവും. മൊബൈലിലാണ് ചെയ്തത്, ഗോപ്രോയിലാണ് ചെയ്തത്. അപ്പൊ അവരവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കമന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത് ക്വാളിറ്റി കൺഫേം ആയതിനു ശേഷം മാത്രമാണ് അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിന് നല്ലൊരു ഭയങ്കര ബൂസ്റ്റ് അറിയിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രൊഡ്യൂസറിനോടാണ്, സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെ ഇങ്ങനെ മൂവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതും, അതും 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു മൂവി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി അത്രയും രൂപയെക്കാളും കൂടുതലാകോ? ഇപ്പം മോസ്റ്റ്ലി എല്ലാ ഫിലിംസിലും അങ്ങനെയാ സംഭവിക്കുന്നത്, ആ ബഡ്ജറ്റിനേക്കാളും കൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടോടെയാണോ ഈ ഫിലിം ചെയ്തത്? എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ്? എന്റെ പേര് ബെനൻ പീറ്റർ, ഞാൻ മുണ്ടൻവേലിയിൽ നിന്നാണ്, കൊച്ചി മുണ്ടൻവേലി. ഇതിലെ ഇവരുടെ ഒരു പാട്ടാകുന്നത് ഹസീബ് ത്രൂ ആണ്. ഹസീബുമായിട്ട് 2 ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഹസീബ് ഈ ഒരു കാര്യം എന്നോട് വന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കഥയുണ്ട്, നമുക്ക് ഇതൊന്ന് ചെയ്യണം. അത് ലോ ബഡ്ജറ്റിലാണ് പ്ലാൻ ചെയ്യുന്നത്,
ഫസ്റ്റ് ഒ ടി ടി ആണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഓക്കെ പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, നല്ലൊരു ത്രെഡാണ്, അത് നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയാണ്. പിന്നെ ഞങ്ങൾ ഇത് ചർച്ച ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് നമുക്കൊരു ബിഗ് സ്ക്രീൻ ആക്കി എടുക്കണം എന്ന് ഇവര് എല്ലാവരും, അത് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഒരു ഭാഗമായത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ എമൗണ്ടിൽ കൊണ്ടുവന്നത് തീർത്തിട്ടുണ്ട്. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളത് അവിടെ കൊണ്ടുവന്ന് അല്ലെ ആ ബഡ്ജറ്റിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു വിജയം. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതില് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈവൻ ലൈറ്റിംഗ് അടക്കം നമ്മൾ ഒരു റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തൊരു സംഭവമാണ്. ഒരിക്കലും ലൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു വർക്കല്ല അത്. ത്രൂ ഔട്ട് എല്ലാ അഭിനയം കൊണ്ടും അതിന്റെ സെറ്റ് ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടും ഈ മൂവി ആർട്ട് പോലും നമ്മൾ അതിനകത്ത് എന്താ പറയാ ഇൻവെന്റഡ് ആണ്, കംപ്ലീറ്റ്ലി ഇൻവെന്റഡ് ആണ്. നമുക്ക് ആർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പൈസ വേണം, പക്ഷെ അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. ശോഭിത്ത് നമ്മൾ കഥാപാത്രം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വീട് പൊളിച്ച ഒരു സന്ദർഭത്തിൽ വീണ്ടും ആ വീട് ഉണ്ടാക്കിയത്. അപ്പൊ അത് ഇപ്പോഴത്തെ സിനിമയിലാണെങ്കിൽ അത് വലിയൊരു ലക്ഷം രൂപക്കുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ടിനുള്ള ഒരു ആർട്ടാണ്. ഞങ്ങളത് ഒറിജിനൽ ആ വീട് ഉണ്ടാക്കുന്നത് വരെ കാത്തുനിന്നതാണ്. സ്ക്രിപ്റ്റില് ഷൂട്ടിംഗ് സമയത്ത് അവിടെ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മോസ്റ്റ്ലി ഇതൊരു അടുത്ത ഒരു അപ്പൊ വീടിന്റെ മുന്നില് കല്ല് കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മോസ്റ്റ്ലി ഒരു 2-3 മാസം കൊണ്ട് മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വീട് പൊളിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടിട്ട് സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തി. അത് കഴിഞ്ഞ് മൂവി തീരാറായപ്പോഴത്തേക്കും വീട് അവിടെ പുതിയ ഒരെണ്ണം വന്നു. ഇപ്പൊ അതിന്റെ ആ ഒരു നരേഷൻ, ലാസ്റ്റ് ഫിലിം എൻഡ് ചെയ്യുന്ന പോർഷൻ നരേഷൻ ചെയ്യുന്ന സമയത്ത് ആ പഴയ വീടും പുതിയ വീടും തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അതേ സെയിം ആംഗിളിൽ തന്നെയാണ് പോയി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ്. നമ്മൾ ആർട്ടൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു, നല്ല ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര വെയിറ്റ് ചെയ്യണോ അത്രയും വെയിറ്റ് ചെയ്തു നല്ല പ്രസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രോസസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഇതാണ് കാസ്റ്റിംഗ്. ഓരോ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ കാസ്റ്റിംഗിലേക്ക് ഇവരെയൊക്കെ, അതും എല്ലാം പുതുമുഖങ്ങളാണ്, എങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ? ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ഒരാളെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് വസീബ്ക്ക ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അവർ ഈ സിനിമയിലേക്ക് ആക്ട് ആണോ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റിൽ ഉണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിന്റെ ക്യാരക്ടറിനെ വോയിസ് മോഡുലേഷൻ, അത് എന്താണ് ആ ക്യാരക്ടർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വോയിസ് നോട്ടായിട്ട് ആരാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റിന് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് അതേ വോയിസ് പഠിച്ചിട്ട് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. ഞങ്ങളത് റിവ്യൂ ചെയ്തിട്ടാണ് ഫൈനൽ. റിജക്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് റിജക്ഷനും വന്നിട്ടുണ്ട്, സെലക്ഷനും വന്നിട്ടുണ്ട്. അതിനുള്ള ശേഷമാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ്. യെസ്. പിന്നെ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞല്ലോ, കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാരവാന്, അതുപോലെ തന്നെ വലിയ ലൈറ്റ് യൂണിറ്റുകൾ, ഒരുപാട് 100-150 ആളുകൾ, ഇതെല്ലാം ഇല്ലാതെ ഒരു സിംഗിൾ റൂമിലാണ് ഇതിന്റെ കംപ്ലീറ്റ് എഡിറ്റിംഗ്, പ്രോസസ്സിങ്, കളർ ഗ്രേഡിങ്, സൗണ്ട്, ഡബിങ് അടക്കമുള്ള സകല പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം റെവല്യൂഷണറി ഐഡിയാസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓരോരുത്തരായാലും ബിജുലാൽ ആണെങ്കിലും എല്ലാവരും, അഭിലാഷ് ആണെങ്കിലും ആത്മാർത്ഥയാണ്. ഞാൻ അഭിലാഷിന് ചൂണ്ടിക്കാണിച്ചെടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവനാണ് ഇവന്റെ അച്ഛൻ. ഞാൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം മതിയോന്ന് നരിക്കുനി അങ്ങാടി ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഫുട്പാത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പൊ അയാൾ മതിയോന്ന് ചോദിച്ചു. ഫസലിന്റെ അച്ഛൻ അല്ലെങ്കിൽ റിൻഡോയുടെ അച്ഛൻ, അതാണ്, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് അങ്ങനെ കണ്ടെത്തിയ കോഴ്സാണ്. അതേപോലെ ആ ഒരു ആത്മാർത്ഥത തിരിച്ച് നമുക്കും കിട്ടുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇതിലാരും സ്റ്റാർ മെറ്റീരിയൽ അല്ല. അവസാന ഷെഡ്യൂളൊക്കെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. തീരാണല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. നമുക്ക് ഷൂട്ട് അത്രയും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ എല്ലാവരും ഒരുപാട് ജോലിയുള്ള ആൾക്കാരാണ്, മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന ആൾക്കാരാണ്. ഒരു ഹോളിഡേയ്സിലും ഞായറാഴ്ചകളിലും മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആയിട്ടാണ് ഇത്രയും ഒരു ഡിലേ വന്നതും. പിന്നെ ചില പോർഷൻസ് നമ്മൾ ശരിക്കും നീട്ടി വെച്ചിട്ട് തന്നെ ഉണ്ട്, ഡിലേ ആക്കി ചില കാര്യങ്ങൾ റെഡി ആവാൻ വേണ്ടി. എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് അസീബാണ്. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി പറഞ്ഞ പോലെ ജിലാല്, ഞാൻ, ശോഭിത്ത്, ഞങ്ങളെല്ലാവരും മിമിക്രിയാണ്. ഞങ്ങളെ ഏറ്റവും ജീവിതത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ആക്കി തീർത്തത് മിമിക്രിയാണ്. ഒരുപാട് വേദിയിൽ ഇപ്പോഴും ഞങ്ങൾ ഇന്നും വരുമ്പോ ഹോട്ടലൊക്കെ കയറുമ്പോ അസീബിന് ഒരുപാട് ആൾക്കാർ അസീബല്ലേ
അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓട്ടത്തിൽ പൈസ കുറയായിരിക്കും. പക്ഷെ ആള് പൈസ കുറഞ്ഞില്ല. അങ്ങാടിയിലേക്ക് കൊണ്ട് വരുമ്പോണ്ട് ചങ്ങായി വിളിക്കില്ല. നമ്മളല്ല, ഞങ്ങൾ അത്രയും കമ്പനിയാണ്, ഒരുമിച്ച് ആദ്യമേ നടക്കുന്നതാണ്. അപ്പൊ ജെറിൻ സാറിനെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. അപ്പൊ ഞാൻ ഒരു ഡയറക്ടർ വരുന്നുണ്ട് ഓനോട് ഈ വേഗം പറഞ്ഞു. അപ്പൊ എല്ലാം കൂടി കിളി പോയി. ഞാൻ കിട്ടിയ മുണ്ട് ഒരു വായിച്ചരിപ്പൊക്കെ എടുത്ത് പാഞ്ഞ നക്കി. അങ്ങാടി പോയി ദൂരേന്ന് വരുമ്പോണ്ട് കയ്യോട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനെല്ലാം കൂടി ഉള്ളിലൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഞാനിങ്ങനെ ഒരു കാറ്റടിച്ചാൽ പറഞ്ഞോ എന്നൊക്കെ സിനിമയിലെടുക്കുമോ, ഞാൻ അത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അതും നായകന്റെ അച്ഛനായിട്ട്. അപ്പൊ ഞാൻ പോയി കണ്ട് സാറ് കണ്ട പാടെ എന്നോട് പറഞ്ഞു സെലക്ട് ആണ്. എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയി ഇങ്ങനെ വിചാരിച്ച് ഞാൻ സെലക്ട് ആയോ സത്യം. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു സിനിമയിലോ നടക്കൂല മോനെ. പിന്നെ അങ്ങോട്ട് ഉള്ള ദിവസവും അത്രയും അടിപൊളിയായി. അത്രയും നല്ല പറയാൻ പറ്റില്ല കേട്ടോ. അതെന്താണ് അത്രയും തമാശ, ഒരുപാട് കൗണ്ടർ. കാരണം ഒരാള് നമ്മളെടുത്തിട്ട് അലക്കൂ, ഞാൻ തിരിച്ച് ഇവനെ അലക്കൂ, ഇവനെ അങ്ങോട്ട് കൊടുക്കൂ, അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കൂ. അങ്ങനെ തമ്മിൽ യാതൊരു കുഴപ്പമില്ല ആർക്കും. കാരണം എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാ. അയ്യോ, അടുക്കളയിൽ ചേരി ചുട്ടിട്ട് ഒരു ഭാഗത്ത് നിന്ന് വീശും, കുന്തിരിക്കട്ട് വീശുമ്പോ കാറ്റ് അങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ട് പോകാൻ പോകാം. പിന്നെ കുന്തിരിക്കല്ല സത്യം. ഒരു ചട്ടിയിൽ ഇങ്ങനെ കുറച്ച് ചകിരി ഇട്ടു ആ വീട് മൊത്തം പോക. അല്ല, അതിൽ വേറൊരു തമാശ പറയാണ്ട് കേട്ടോ. അത് വലിയൊരു തമാശയാണ്. അസീബ് മോഹൻലാലിന്റെ ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. മോഹൻലാലിന്റെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കോമഡി ഉത്സവത്തിൽ അത്രയും വൈറലായ ഒരാളും കൂടിയാണ്. അപ്പൊ ഒരാള് വെള്ളമടിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീടിന്റെ തൊട്ട് മുന്നിൽ ഒരു വീടുണ്ട്. ആ വീടിന്റെ മുന്നിൽ അവിടെ കള്ളുഷാപ്പാ. അപ്പൊ അവിടെ നേരെ മുന്നിൽ കള്ളുഷാപ്പാ. അവിടുന്ന് ഒരാള് വെള്ളമടിച്ചും കൂടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ കൂടെ കാണിച്ചിങ്ങനെ അസീബിനെ കാണിച്ചിട്ട് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് ലാല്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ അവര് പിന്നെ കാണാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ആടുന്നോളി. അപ്പൊ ഇവരെ കണ്ടിട്ട് ഇപ്പം പറയാ എന്തെങ്കിലും ആക്കിക്കോ, പിന്നെ ഒഴിവാക്കി കൊണ്ടാണ്. ഇല്ല, ഇങ്ങനെ കാണിച്ചിട്ട് തോളി ചരിച്ചിട്ട് അല്ലേ ഞാൻ പറഞ്ഞു അതെന്നെ മല്ലയ്യന്റെ. ആ എന്നാല് ഓനൊരു മല്ലയ്യന്റെ സ്ഥാനം പറയാ. ഞാൻ സുരാജിന്റെ സാധികവും ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ ഈ ആ സാധനം ആ സാധനല്ലേ എന്താ ഇങ്ങനെ ആരും അറിയില്ല. മല്ലയ്യ അങ്ങനെ പറഞ്ഞുവിടാ. ഞാൻ അവിടെ പോന്നു, ഞാൻ ഇവിടെ പോകുന്നില്ല, ഒന്നും പറയണ്ട. അയ്യോ എന്തൊരു അഭിനയം, മാപ്പൊന്നും പറയണ്ട. എവിടെ പോയി മുട്ടിയാലും ഇങ്ങനൊരു അവസരം ഒരാൾ തരില്ല, ഒരു കലാകാരനും തരില്ല. അല്ല 5 ലക്ഷം റുപ്യ കൊടുക്കണം, 10 ലക്ഷം കൊടുക്കണം. ഇത് ഒരു പൈസയും കൊടുക്കാതെ എൽദോര സിനിമയിലെടുത്തു. എനിക്ക് എന്റെ ഡയറക്ടർ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ബാക്കി ഇതിലുള്ള എന്റെ അടുത്തിരിക്കുന്ന ആ ധൈര്യം കാണിച്ച സാറിനോട്, പ്രൊഫസർ സാറിനോട് എന്നെ വിളിച്ചാല് ഗംഭീര സങ്കുച്ച കാണിച്ചവരോടും എന്റെ ചങ്കിനോടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ സാറിന് വലിയൊരു നന്ദി അറിയിക്കാണ്. നമസ്കാരം, എൻ്റെ പേര് ജോബൻ ജേക്കബ്, ഞാൻ എറണാകുളമാണ്. ഞാൻ ഇതിലെ ഒരു ലീഡിംഗ് റോള് ചെയ്യുന്നുണ്ട്. എന്നെ ഇതിപ്പം പുതുമുഖങ്ങളിലെല്ലാം കൂടി ചേരുന്ന ഒരു വലിയൊരു വർക്കാണ്. അപ്പോൾ സിനിമ എൻ്റെ ജീവിതത്തിലും ആദ്യത്തെ ഒരു സ്വപ്നമാണ് ഇത് പിന്നെ നടക്കുന്നത്. അപ്പോൾ അസീബ് പൂനൂർ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. പുള്ളിക്കാരാണ് എന്നെ ഈ സിനിമയിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ടീമുമായിട്ട് നമ്മളൊന്ന് മിങ്കിളാവുന്നതും കാണുന്നതും അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അസീബ് പൂനൂറിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഡയറക്ടർ ജെറിൻ സാറിനെ പരിചയപ്പെടുന്നു. പുള്ളി 1.5 ലക്ഷത്തിനൊരു സിനിമ ചെയ്യാണ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും പോലെ ഞാനും അത് വിശ്വസിച്ചില്ല ഒരിക്കലും. കാരണം ഞാൻ 1.5 ലക്ഷത്തിന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ കട അപ്പൊ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നു എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്റെ ക്വാളിറ്റിയെ പറ്റിയോ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് പോകുന്നു, 4-5 ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു. എനിക്ക് ത്രൂ ഔട്ട് ഇവരോട് നിൽക്കാൻ പറ്റില്ല, ഞാൻ കോഴിക്കോട് അല്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും സഹകരണമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു പ്രചോദനമായി മാറട്ടെ. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും വിളിച്ച അസീബായിരിക്കും ജോബിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു മെയിൻ ലീഡ് റോൾ ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ അസീക്കാണ് ജോബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ ഫേസ് കണ്ടപ്പോൾ എനിക്ക് ലാലേട്ടന്റെ ഒരു 80s ആണ് എനിക്ക് മൈൻഡിലേക്ക് കിട്ടിയത്. ഒരു സിനിമയുടെ ടീമിൽ പോയിട്ട് അവസരം ചോദിക്കുമ്പോൾ ജോബിന് അവസരം കിട്ടാത്തതിനൊരു മെയിൻ കാരണം ജോബിന് അവസരം കൊടുത്താൽ
മെയിൻ ലീഡിങ് റോൾ വരെ സെക്കൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എനിക്ക് പേഴ്സണലി മനസ്സിലായ കാര്യമാണ്. കാരണം ഓൺ സ്ക്രീനിൽ ഇനി അതിന്റെ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇവര് ഇൻട്രൊഡ്യൂസിങ് മൂവിയാണ് എന്നുള്ളത് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇവരെ പോലെ അഭിനയിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേര് ഇനിയും കൊച്ചിയുടെ, മട്ടാഞ്ചേരിയുടെ, കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു.